നായർ സാഹിബിൽ പക്ഷേ ഒരു വലിയൊരു നഷ്ടപ്പെട്ടിരിക്കും അല്ലേ? അത് 10 കമാൻഡോസ് ആയിരുന്നു. എന്നെ വിളിച്ചതാ. പക്ഷെ എനിക്ക് 2 കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല. ഇന്ന് ട്രിവാൻഡ്രത്ത് കടയുടെ ഫർണിഷിങ് നടക്കണം. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ ഹജ്ജിന് പോകണമായിരുന്നു. അപ്പം പോകാൻ പറ്റിയില്ല. അത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. നിങ്ങളുടെ ഞാൻ ചോദിക്കുന്ന ചേട്ടൻ്റെ പടങ്ങൾ കൂടുതൽ ജോളി ടൈപ്പ് പടങ്ങൾ, ഒരു ഗ്യാങ്ങിൽ ചെന്ന് പെട്ടുവന്നു, പിന്നെ അതെ കുറച്ച് പേര് അധികം ഉള്ളത്. എനിക്ക് വേണം കാക്കുത്തിക്കാവിലല്ല, കാക്കത്തൊള്ളായിരം, ഞാൻ, മുകേഷ്, ഗണേഷ്, സായികുമാർ, ടീമാണെല്ലാം. അപ്പോൾ കോട്ടയം കുഞ്ഞച്ചനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബ്രദേഴ്സ്, സുകുമാരൻ ചേട്ടൻ്റെ 4 അനിയന്മാർ. രസമുണ്ടാവും, ഷൂട്ടിൻ്റെ ഇടയിൽ രസമുണ്ടാവും. അതുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പിരിയുമ്പോൾ ഇതുണ്ടാവും. ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് സംഘം തന്നെ ആയിരിക്കും. ഞാൻ, മുകേഷ്, ഗണേഷ്, ജഗദീഷ്, മമ്മൂക്ക, അതാണ് ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ഉള്ളൊരു. ഗണേശൻ തമ്മിലൊരു മാനസിക ഐക്യമുണ്ട്. മിക്ക പടത്തിൽ നിങ്ങൾ തമ്മിലൊരു ഞങ്ങൾ കോട്ടയംകുഞ്ചിൽ ട്വിൻസ് ആയിട്ടല്ല അഭിനയിച്ച, മാത്തൻ പോത്തൻ. ആ കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ അമ്മയായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. ഗണേശന്റെ അമ്മയായിട്ട് നല്ല അടുപ്പമായിരുന്നു. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിലേക്ക് ഒരു തിരിച്ചുവരവോട് ആഗ്രഹിക്കുന്നുണ്ടോ ഇനിയിപ്പോ? എന്തായാലും ഇനിയൊന്ന് കുറച്ച് പടങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഇതുവരെയുള്ള ചിന്ത മാറ്റി ഈ പുതിയ തീരുമാനമുള്ള കാരണം എന്താ? അല്ല, ഇപ്പം നമ്മുടെ ഏജ് വ്യത്യാസമായില്ലേ. അപ്പോൾ ഇപ്പോൾ ഈ പിള്ളേരുടെയൊക്കെ അച്ഛനുമായിട്ടും അമ്മാവനായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു പ്രായമായി. അപ്പോൾ ഒരു ഡിഫറൻറ്റ് 2 യുഗങ്ങളായിട്ട് അഭിനയിക്കാം. ഇനി ആര് വിളിച്ചാലും നോ എന്നൊരു വാക്കില്ല. ഞാനിവിടെ ഉണ്ട്. ചെറിയ വേഷമാണെങ്കിൽ, നല്ല വേഷമാണെങ്കിൽ ചെയ്യും. ഇപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണെങ്കിലുള്ള ഇന്റർവ്യൂവിനൊക്കെ ഒരു തുറന്നു പറച്ചിൽ തയ്യാറാവുന്നത് അല്ലേ? അല്ല, ഈ ഇന്റർവ്യൂവിലാണ് ഞാനത് പറഞ്ഞത്. ഇതുവരെ ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, നേരത്തെ നിഷ്കരണം തള്ളിക്കളയും, സമയമില്ലെന്നൊക്കെ പറയാറുണ്ട് അല്ലേ? സമയമില്ലെന്നല്ല, അങ്ങനെ ഒരുപാട് നല്ല വേഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട്. അത് മറ്റുള്ള നടന്മാർ ചെയ്ത് കണ്ടിട്ടുണ്ടോ? അത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ആരാണ് അത് ചെയ്തതെന്ന് ഞാൻ നോക്കാറില്ല. അല്ല, എന്നാലും ഇന്ന വേഷമായിരുന്നു നിങ്ങൾക്ക് വെച്ചിരുന്നത് എന്ന് പറഞ്ഞു നോക്കാറില്ല. അതൊക്കെ ഞാൻ അപ്പം തന്നെ മറക്കും. വിളിച്ചത് മറക്കും. അത് വെച്ചോണ്ട് പടം കാണലും കുറവായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ പോയി പടം കാണലൊക്കെ കുറവായിരുന്നു ആ സമയത്ത്. കാണാറേ ഇല്ല. വളരെ തിയേറ്ററിൽ പോയി കാണണം. ലാലേട്ടനുള്ള പടം ഏതായാലും ചെയ്തേക്കുന്നത് ഭൂമിയിലെ കന്മാറുമുള്ള അടുപ്പമാണ്. അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം എന്തെങ്കിലും ഓർമ്മകളോ വല്ലതും ഉണ്ടോ? അല്ല, എന്നോട് ഇഷ്ടമാണെന്ന് തോന്നിയോണ്ട് ഞാൻ പോയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തിരുവനന്തപുരത്ത് ഒരു ഷോപ്പ് ഫുട്വെയർ ഇനോഗ്രേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഇന്ന ദിവസം ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, അന്നാണെങ്കിൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഒന്ന് മാറ്റി ഒന്ന് പിടിച്ചു. അന്ന് വന്ന് എനിക്ക് ഇനോഗ്രേറ്റ് ചെയ്ത് തന്നു. അത് വലിയ കാര്യമല്ലേ. ഫസ്റ്റാണ് പുള്ളി ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒന്ന് ചെയ്ത് തന്നെ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ സൂപ്പർ സ്റ്റാറിൽ നമ്മുടെ കൈ കിടക്കുക ഇല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവരോട് അവസരങ്ങൾ ചോദിക്കുന്ന ഒരു പതിവുണ്ടോ? ഇല്ല, ആരോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഉറപ്പായിട്ട് അയ്യോ അതറിയില്ല. അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉറപ്പായിട്ടൊന്നും ആർക്കും ഒരു ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമയല്ലേ, ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതിന് പരാതിയും ഉണ്ടാകാൻ പാടില്ല. അതിനൊരു ഉറപ്പായിട്ടൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണ സിനിമയിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊന്നും ഒരു വേഷം നമ്മൾ വിചാരിച്ചാൽ പോലും കൊടുക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഡയറക്ടറിന് എന്തെങ്കിലും വേറെ ഇതുണ്ടാവും, ഇങ്ങനത്തെ ആ ക്യാരക്ടറിന് ഇയാൾ പറ്റില്ലെന്നുണ്ടാവും. അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാവും. കാരണം നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാളെ വിളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അല്ല, വിധി പലപ്പോഴും ഒരു തടസ്സമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻഹരിയറിനല്ല ജഗദീഷ് ചെയ്ത വേഷം ഒരുപക്ഷെ ഉണ്ടായിരുന്നു, തലവരെ തന്നെ മാറി. ജഗദീഷ് ചെയ്ത വേഷമല്ല ശരിക്കും, നമ്മുടെ തോമസ് ഊട്ടി, അതായിരുന്നു അശോകൻ്റെ വേഷമായിരുന്നു. തോമസ് ഊട്ടിയുടെ വേഷമായിരുന്നു. പക്ഷെ അത് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ ലെവലും പറയാൻ പറ്റൂലെന്നേ. എന്താ അല്ല, പറയണം, അതൊന്നും പറയാൻ പറ്റില്ല. അത് അശോകനാണ് വിധിച്ചേക്കണം, അശോകന് കിട്ടി. ഞാൻ എൻ്റെ റോളിൽ ഹാപ്പിയാണ്. അല്ല, ചെറിയ റോളിൽ ഒതുക്കിയില്ലേ, അതൊരു പരിപാടി. പടം എപ്പോഴും സൂപ്പർ ഹിറ്റ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ ഒരു ഞാൻ ഇടിവളർന്ന റോളിൽ ചെയ്തേക്കണം. അനിയം ബാബ ചേട്ടൻ ബാവയിലാണെങ്കിലും ശ്രീകൃഷ്ണ വൃദ്ധ നക്ഷത്രമാണെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. ഈ അനിയമ്പാവ ചേട്ടമ്പാവ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു വേഷം വേണമെന്ന് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തത് സാന്ദ്രയോട്. അങ്ങനെ നമ്മൾ പോയിട്ടൊരു വേഷത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല. ആ കഥയിൽ എന്തെങ്കിലും ഒരു വേഷം നമുക്ക് പറ്റിയതുണ്ടെങ്കിലേ ചെയ്യാവൂ. നമുക്ക് വേണ്ടി ഒരു സാധനം ചെയ്താൽ അത് മുഴച്ചു നിൽക്കും. അത് പടം പൊട്ടാനായിട്ട് ആ ഒരു കാര്യം മതി. അങ്ങനെ നമ്മൾ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ആക്ടറൊന്നും അല്ലല്ലോ. ചെറിയ ചെറിയ വേഷങ്ങൾ. അതിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രേംകുമാറിന്റെ വേഷം തന്നെ കിട്ടിയായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ഭയങ്കരമായിട്ട് കത്തി കയറില്ല പടത്തിൽ. ആ വേഷം പ്രേംകുമാറാണ് ആപ്റ്റ്. ഗംഭീരമായിട്ട് ചെയ്തില്ലേ പ്രേംകുമാറിന്റെ ആ ക്ലിപ്പിംഗ്സ് ഇപ്പോഴും വരുമല്ലേ. അല്ല, അത് ഞാൻ തിരിച്ചിന്തിക്കും. ഇപ്പം ചേട്ടനായിരുന്നു കുറച്ചും കൂടെ. ഇല്ല, അത് പ്രേമിനെ വെട്ടാൻ വേറെ ആരും ഇല്ല. അത് പ്രേം തന്നെ ചെയ്യണം. അത് ഗംഭീരമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്.
അല്ല പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഡിസ്കഷൻ കാര്യങ്ങൾ ഇത് കഥ ഇങ്ങനെയാണെന്നൊക്കെ നല്ല സൂപ്പർ ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടേ ഇല്ല. അല്ല പടത്തിന്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നോ? അല്ല, എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് റാഫി മക്കാട്ടിൻ ഇരുന്ന് ഇതിൻ്റെ സ്റ്റോറി എഴുതുന്നത്. അപ്പോൾ ഒരേ പ്രാവശ്യം ഇവർ കുറച്ച് 2 ദിവസം എഴുതും, ഞങ്ങൾ ഫ്രണ്ടിൽ ഇതേപോലെ വന്നിരിക്കും, അതൊന്ന് സംസാരിക്കും. പിറ്റേ ദിവസം ഇവർ കഥയും കൊണ്ട് വരുമ്പോൾ അടുത്ത സീനേ വേറെ ആയിരിക്കും. ഇവർക്ക് ഒരേ ദിവസം പൊളിച്ചെഴുതലാണ്. അപ്പോഴേ എനിക്ക് എല്ലാം ഫുൾ അറിയാമല്ലോ. ഈ തുടക്കം മുതൽ 1 മാസം 1.5 മാസം വരെ ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു. ഈ 3 പേര് എൻ്റെ വീട്ടിലായിരുന്നു. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഥ അപ്പം മുതലേ അറിയാം. അപ്പോൾ രാജസേന ഇടയ്ക്കിടെ കഥ കേൾക്കാൻ വരും, പിന്നെ രാജസേനൻ്റെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഇവരത് കുറച്ച് ചേഞ്ച് ചെയ്യും. പക്ഷെ നല്ല ഫുൾ ത്രൂ ഔട്ട് ഹ്യൂമർ ആയിരുന്നല്ലോ ആ പടം. വൻ വിജയമായിരുന്നു. അതൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ഹിറ്റ് അത് കഴിഞ്ഞിട്ടേ അതിനെക്കുറിച്ച് തീരുമാനിക്കുള്ളൂ, അല്ലാതെ ആദ്യമേ കയറി ഹിറ്റാവും എന്നുള്ളത്. പക്ഷെ നല്ല കഥയായിരുന്നു എന്നുള്ളതും നല്ല സ്ക്രിപ്റ്റും ഈ കോമഡിയൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ്സൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നി. നമ്മൾ തന്നെ ചിരിക്കുമായിരുന്നു കഥ പറയുമ്പോഴും ഒരേ പ്രാവശ്യം. പക്ഷെ ഹിറ്റാണ് ദൈവത്തിൻ്റെ കയ്യിൽ. ജോഡിയൊക്കെ ശരിക്കും നേരിട്ട് കണ്ട ഒരാളല്ലേ? ഭയങ്കര അവർ ഭയങ്കര ഒരു രാജസേനൻ എന്താ മനസ്സിൽ ഉദ്ദേശിക്കണം എന്നുള്ളത് ജയറാമിന് അറിയാം, ജയറാം എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് രാജസേനും അറിയാം. അങ്ങനെയൊക്കെ ഒരു കഥ ഇനിയിപ്പോൾ എടുത്താൽ വിജയിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ രാജസേന ജയറാം കൂട്ടിയിട്ട് ഒന്നിച്ചാൽ ഇനി ഒരു ഹിറ്റ് സമ്മാനിക്കാൻ പറ്റുമായിരിക്കും? അല്ല, ഞാൻ അതല്ല പറഞ്ഞു. ഞാൻ അനിയമ്പാവ് പോലും ഹിറ്റാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാറില്ല. പിന്നെ അത് നമുക്ക് വിഷമമാവില്ല ഹിറ്റായില്ലെങ്കിൽ. പ്രതീക്ഷയില്ല. ഇപ്പൊ അതിന് പേര് റിസവായുടെ കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടർ അതിനകത്തുള്ളത്. അപ്പൊ ശരിക്കും റിസവായ്ക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി ഉണ്ട് അതിനകത്ത്. ഉണ്ടാവും. അന്നും റിസബാവ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ആക്ടർ അല്ലേ, എന്നെക്കാട്ടിയും കൂടുതൽ പോപ്പുലാരിറ്റി അന്ന് റിസബാവൊക്കെ ഉണ്ടായിരുന്നു. അല്ല, എനിക്കതാ മനസ്സിലായി, എത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു പ്രൊഡക്ഷൻ കയ്യിൽ ഉണ്ടായിട്ട് പോലും അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇനി അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാത്തതാണ്. അത് എങ്ങനെ ആ ക്യാരക്ടർ എങ്ങനെ എങ്ങനെയായിരുന്നു? അങ്ങനെ 2 കാര്യം രാജസേനൻ തന്നെ പറഞ്ഞത്. ഒന്ന് റിസവാവ, ഒന്ന് ഹാജ. കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാനായിട്ട് പറഞ്ഞതൊന്നുമല്ല. അല്ല, അത് കഥ എഴുതുമ്പോഴേ ഇവർ പറഞ്ഞു, റാഫി മക്കാട്ടിനും പറഞ്ഞു. പക്ഷെ ആ പടത്തിൽ ഉടനീളം ഉണ്ട്, മനസ്സിൽ നിൽക്കുന്ന സംഭവമാണ്. അതെ അതെ, അതൊക്കെ മതി അല്ലേ. പക്ഷെ അത് നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് ഇച്ചിരി വില്ലനിഷ് ആണെങ്കിലും അതിലൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു. ഹ്യൂമർ ഞാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതാണ് ഈ ഇൻഹറിനെ കൊണ്ട് ബോധിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഒരു ഹ്യൂമറിന്റെ ബാക്ക്ഗ്രൗണ്ടോട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ചേർച്ചല്ലേ. അതാണ് അതുകൊണ്ടായിരിക്കും അതെല്ലാവരും ശ്രദ്ധിക്കണത് ആ സീൻ. കാറ്റ് പക്ഷേ സെക്കൻഡിൽ തിരിച്ച് കാറ്റ് ഊതിപ്പിക്കണമെന്ന് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അത് വന്നില്ല. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൂടി. ഇത് അതിന് ചേട്ടൻ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട ഒരു ഇതായിരിക്കും, അതിൽ ചേർത്തതായിരിക്കാമോ? അശോകന്റെ സംഭവം കട്ട് ചെയ്യല്ലോ ചേട്ടൻ വെച്ചിരുന്ന റോള്. അപ്പൊ ഇതിനല്ല, അങ്ങനെയാണ് സിദ്ദിഖ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ വേഷം മാറിയപ്പോൾ അപ്പോൾ ഹാജക്ക് ഒരു വേഷം കൊടുക്കണമല്ലോ എന്ന് അങ്ങനെ ആഡ് ചെയ്തതാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് പുള്ളി ഇന്റർവ്യൂവിൽ. അതിലൊരു വിഷമമില്ലല്ലേ? എന്താന്ന് ചോദിച്ചായിരുന്നോ? എനിക്ക് എന്താണ് ആ പടത്തിൽ ഒന്നുമില്ല. അതൊക്കെ ഒരു ആർട്ടിസ്റ്റ് ഇതൊക്കെ അറിയണ്ടേ? ഫാസിലിക്കയല്ല പടം പ്രൊഡ്യൂസ് ചെയ്തത്, കൈസക്കയും ഫാസിലിക്കയും എന്നാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്. എനിക്ക് അവരുടെ അടുത്ത് പറയാമല്ലോ, നമ്മുടെ റിലേറ്റീവ്സ് അല്ലേ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ ഇതായിട്ടൊന്നും ബന്ധങ്ങളായിട്ടൊന്നും പറയാൻ പറ്റൂലെന്നേ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ആ പടത്തിൽ ഒരു വേഷം ചെയ്യാൻ പറ്റി, ആ പടം ഹിറ്റായി, ഹാപ്പി.